ഹായ് ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു ബിന്ദിയും കൂടെ വെച്ചാൽ മതി. എവറിത്തിങ് ഈസ് ഓക്കെ. ഇനി ലിപ്സ്റ്റിക് ഇടണം, അതുകൂടെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. ഹെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, നമുക്ക് എന്നാലും ഡ്രസ്സ് ചെയ്തിട്ട് വരാം. So guys, ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഇത് ഞാൻ പറയാം, എൻ്റെ കഥ പറയാം. ഓക്കെ, സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കുറേ നാളിനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്ക് അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഓഫീസിൽ ഷിഫ്റ്റ് വരുന്ന നൈറ്റാണ്. എനിക്ക് വൈകിയായിപ്പോൾ അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഈ ചുരിദാർ എനിക്ക് കല്യാണത്തിന് ആരോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ആരാണെന്ന് എനിക്കറിയില്ല. ആരോ എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ചുരിദാറാണിത്. അപ്പോൾ വെരി നൈസ് മെറ്റീരിയൽ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. നൈസാണ്, ഭയങ്കര നൈസ്, ഭയങ്കര സുഖം ഇടാനും കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. അത് ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുവാണെങ്കിൽ അവരാണ് എനിക്ക് ഈ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തെങ്കിൽ അവരെനിക്ക് പ്ലീസ് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കറിയില്ല ആരാണെന്ന്. സോ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എൻ്റെ മേക്കപ്പ് അങ്ങനെ ഞാൻ മേക്കപ്പ് അല്ലെങ്കിൽ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, പൊട്ട് വെക്കും. ചുരിദാറിടാണെങ്കിൽ പൊട്ട് വെക്കും. ഓക്കെ, സോ ഇതാണ്. ഓക്കെ, സോ ഇന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. ലുക്ക് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെഡി ആയത്. പിന്നെ ഹസ്ബൻഡ് ഇപ്പം കൂടെ ഇല്ല. പുള്ളിയുടെ നാട്ടിൽ പോയി, കൊല്ലത്ത് പോയി ചെറിയൊരു ആവശ്യമായിട്ട് അപ്പോൾ വരാൻ പറ്റിയില്ല. അമ്മയുടെ കൂടെ ഞാൻ പോകുന്നത്. പിന്നെ എന്തുവാ പറയാൻ, പിന്നെ വേറെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റാണ്. ഷിഫ്റ്റിന് പോകും, വരും, കിടന്നുറങ്ങും, പിന്നെ ഓഫീസിൽ പോകും. സാറ്റർഡേ സൺഡേ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ, കല്യാണം കഴിഞ്ഞു. ദിസ് ഇസ് മൈ തലിമാല. പിന്നെ വെഡിങ് റിംഗ്. സോ മാരേജിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. October 21st ആയിരുന്നു മാരേജ്. ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് എന്താ പറയുക, ടു ഗെറ്റ് മാരീഡ് ടു ദ പേഴ്സൺ ഹൂ ലവ് യു ദ മോസ്റ്റ്, ഓർ ദ പേഴ്സൺ ഹൂ കെയർ യു ദി മോസ്റ്റ്, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹൂ യു ട്രസ്റ്റ് ദി മോസ്റ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് സംവൺ ലൈക്ക് ദിസ്. ബിക്കോസ് ലൈഫിൽ നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടെ ഒരു വൈബിൽ കിട്ടാറില്ല. ബട്ട് വിത്ത് താങ്ക് ഗോഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. സോ വേറെ പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ല. ഇത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്. പിന്നെ കല്യാണത്തിന് പോയിട്ട് വേണമെങ്കിൽ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഹെയർ ഞാനൊന്നും ചെയ്തില്ല. ഇത് ഹെയർ ഞാൻ മാരേജ് ടൈം ആയപ്പോഴേക്കും കളർ ചെയ്തു. ആക്ച്വലി ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് ചെയ്തത്. അതിപ്പോൾ ലൈറ്റായി കുറച്ച് ദിവസം. പിന്നെ ഹെയർ ഞാൻ കട്ട് ചെയ്തില്ല. മാരേജിന് ശേഷം കട്ട് ചെയ്തില്ല. ആക്ച്വലി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഹെയർ ഇപ്പോൾ ഇച്ചിരി വളർന്നു. പിന്നെ ഹൗ തിങ്സ് ആർ ഗോയിങ് ദെയർ, മൈ ഓഡിയൻസ്, മൈ യൂട്യൂബ് subscribers. I hope everyone is happy there. Okay, bye. ഞാൻ കല്യാണത്തിന് പോയി കുറച്ച് വീഡിയോസ് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. ഹായ്, അപ്പം ഞാൻ കല്യാണത്തിന് പോയി, വീട്ടിൽ വന്നു, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു, എനിക്ക് കിടന്ന് ഉറങ്ങണം. സോ ഐ ഹോപ്പ് എവരിവൺ ഈസ് ഗോയിങ് വെൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്.